Good morning, class. We will continue with the rest of the consonant sounds. Before that, we will revise the sounds that we already learned. കഴിഞ്ഞ രണ്ട് യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ്സസിലായിട്ട് I have been teaching you these sounds. We learned per sound, we learned b sound, t, d, k, g, m, n, ng, h, l, w, f and v sounds. ഇത്രയും ശബ്ദങ്ങൾ ഞങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിലായിട്ട് പറഞ്ഞു തന്നു. ഹൗ ടു റൈറ്റ് ഇറ്റ്, ഹൗ യു ഷുഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം, വിത്തൗട്ട് എനി ഓർണമെൻറ്റേഷൻ, വിത്തൗട്ട് എനി ഡെക്കറേഷൻ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആ ഒരു രണ്ട് ലൈനിൻ്റെയും ഇൻ ബിറ്റ്വീനിലായിട്ടായിരിക്കണം ഈ ശബ്ദങ്ങൾ എഴുതുന്നത്, ഈ സിമ്പിൾസ് എഴുതേണ്ടത്. ഓക്കെ, ദീസ് ആർ നോട്ട് ലെറ്റേഴ്സ്, ദീസ് ആർ സിമ്പിൾസ്, ഫൊണറ്റിക് ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഞാൻ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ എ മിസ്റ്റേക്ക് ദാറ്റ് ഐ മെയ്ഡ് ഇൻ ദ പി പി ടി. ഞാൻ പി പി ടി ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയൊരു എറർ വന്നായിരുന്നു. രണ്ട് സൗണ്ട്സ് തമ്മിൽ അങ്ങോട്ട് മാറിപ്പോയായിരുന്നു എൻ്റർ ചെയ്തപ്പോൾ. അത് ദാറ്റ് ഐ വിൽ ടെൽ യു ഫസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ 4 ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഷ, ച, ഥ ആൻഡ് ദ. അതിൽ എസ് ഹെച്ച് എന്ന് പറയുന്നതാണ് ഷ സൗണ്ട്. ഓക്കെ, എസ് ഹെച്ചിൽ വരുന്നത് ഷ സൗണ്ട്, ദെൻ സി ഹെച്ചിൽ വരുന്നത് ച സൗണ്ട്, ടി ഹെച്ചിൽ വരുന്നത് ഥ സൗണ്ട്, ആൻഡ് നാലാമത്തെ ടി എച്ചിൽ വരുന്നത് ദ സൗണ്ട്. ആദ്യം ഞാൻ ആ പി പി ടിയിൽ ഐ ഹാവ് ചേഞ്ച് ദ പി പി ടി. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് എന്താണ് കോൺസണൻറ്റ് സൗണ്ട്സ് തന്നിട്ട് പി പി ടി തന്നിട്ട് ഐ ആസ്ക്ഡ് യു ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക്, റൈറ്റ്? അപ്പോൾ ആ നോട്ട് ബുക്കിൽ വേണം നിങ്ങൾ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഥ സൗണ്ടാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒവൽ ഷേപ്ഡിൽ, ഒരു എഗ്ഗിൻ്റെ ഷേപ്പിലൊരു ഒരു കൈൻഡ് ഓഫ് റൗണ്ടും ഇൻ ബിറ്റ്വീനിലൊരു വരയല്ലേ, അതാണ് ആക്ച്വലി ഥ സൗണ്ടും. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ സൗണ്ട്. ഓക്കെ, ആ പി പി ടി തന്നതിൽ ഞാൻ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു കറക്റ്റ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു അവർ ക്ലാസ് റൂം. എന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ശബ്ദം എന്ന് പറയുന്നത് ഷ. ഷ ശബ്ദം എങ്ങനെയാണ് എഴുതേണ്ടത്? എസ് നീട്ടി വരച്ചിരിക്കുന്ന കണക്കുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ഹുക്ക് തൂങ്ങിക്കിടക്കുന്ന കണക്കില്ലേ, അതേപോലെ തന്നെയാണ് എന്ത് എഴുതുന്നത്, ഈ ഒരു ഷ സൗണ്ട് എഴുതേണ്ടത്. ഇൻ ബിറ്റ്വീൻ ആ ലൈനാണ് എഴുതാനായിട്ട്. എന്തൊക്കെയാണ് ഈ ഷ വെച്ച് മലയാളത്തിൽ എന്ത് വേർഡാണുള്ളത്? ശിഖ എന്ന് പറയുന്ന വാക്ക്, അതെന്താണ്? ആ ഒരു ഷ സൗണ്ടാണല്ലേ. ഷ ഇട്ടിട്ട് ചന്ദ്രകല, ഷ ഇട്ടിട്ട് ചന്ദ്രകല, അപ്പോൾ ഷ സൗണ്ടായി മാറും. And the English words include shade, shake, share, she, sheep, ship, shirt, shoes, shop, short, etc. എല്ലാത്തിലും ശ്രദ്ധിച്ചാൽ മതി. ഷ സൗണ്ട് വന്നിരിക്കുന്നത് എവിടെയാണ്? at the beginning of a words. Now words that come at the മിഡിൽ വരുന്ന വേർഡ്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ആക്ഷൻ, ആക്ഷൻ. ആക്ക് എന്ന് പറയുന്ന സൗണ്ട്സിൻ്റെയും എന്ന് പറയുന്ന സൗണ്ട്സിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? ഈ ഒരു ഷ ആണ്. ദെൻ യു ഹാവ് നേഷൻ, നെയ് എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുന്ന സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ കേൾക്കുന്നത് ശബ്ദം ഷ സൗണ്ട്. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് മെഷീൻ, സോഷ്യൽ. അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ആ മീഡിയൽ പൊസിഷനിൽ വരുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഷ സൗണ്ട്. ദെൻ ദർ ആർ വേർഡ്സ് where sh sound come at the end of a word. For example, wash, fish, rush, ash. അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, എന്താണ്? ഷ സൗണ്ട് എൻഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ശബ്ദം എന്ന് പറയുന്നത് ച സൗണ്ട്. സി ഹെച്ച് ചേർത്തിട്ടുള്ള സൗണ്ടാണ് ച സൗണ്ട്. ഇനി ച സൗണ്ട് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്? ഒരു സ്മോൾ ലെറ്റർ ടിയും ആ ഷയും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ജ സൗണ്ടും ഷ സൗണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറി? ച സൗണ്ടായി മാറി. നമ്മളുടെ മലയാളത്തിലെ ചങ്ങലയിലൊക്കെ വരുന്ന ചായിട്ടിട്ട് ചന്ദ്രകല. ഓക്കെ, എന്തൊക്കെയാണ് വേർഡ്സ്? പി പി ടിയിലെ വേർഡ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ചെയിൻ, ചെയർ, ചേസ്, ചാം, ചാറ്റ്, ചീസ്, chess, chop, choose and church. Okay, അതിൽ ആ ചേർച്ച് എന്ന് പറയുന്ന വാക്കിൽ മാത്രം എന്താണ് ച സൗണ്ട്? ഇറ്റ് കംസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വേർഡ് ആൻഡ് ഇറ്റ് കംസ് അറ്റ് ദ എൻഡ് ഓഫ് ദി വേർഡ്. ച സൗണ്ട് തുടക്കത്തിലും അവസാനത്തിലും ച സൗണ്ട് തന്നെയാണ്.
ഇനി ച സൗണ്ട് മിഡിലിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയുണ്ട്? ദർ ആർ വേർഡ്സ് ലൈക്ക് കിച്ചൺ, കിച്ചൺ. കേട്ടില്ലേ? കി എന്ന് പറയുന്ന സൗണ്ടിൻ്റെ എന്ന് പറയുന്ന സൗണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന ശബ്ദമാണ് ഈ ച സൗണ്ട്. വേറെ ഫ്യൂച്ചർ, ഫ്യൂ എന്ന് പറയുന്ന സൗണ്ടിൻ്റെയും എന്ന് പറയുന്ന സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ച സൗണ്ട് സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. കിച്ചൺ, ഫ്യൂച്ചർ, എക്സെട്ര. അതേപോലെ തന്നെ ച സൗണ്ട് എൻഡിൽ വരുന്ന വേർഡ്സ് ക്യാച്ച്, ക്യാച്ച്. കണ്ടില്ലേ? ആ ച സൗണ്ടാണ്. റിച്ച് ച സൗണ്ടാണ്. വിച്ച് അഗെയിൻ ച സൗണ്ടാണ് എൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം ച സൗണ്ടും ഇറ്റ് കംസ് അറ്റ് ദി ബിഗിനിങ്, മീഡിയൽ പൊസിഷൻ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. നൗ ദ തേർഡ് സൗണ്ട് is th sound. മലയാളത്തിലെ താ എന്നെഴുതുന്ന ശബ്ദം, തറയുടെ താ ഇല്ലേ, ആ തായും ചന്ദ്രക്കലയുമാണ് എന്തെന്ന് പറയുന്നത് th സൗണ്ട്. ആ th സൗണ്ട് വെച്ചിട്ടുള്ള വേർഡ്സാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ത്രീ, ത്രോ, തിങ്ക്, thigh, third, thirsty, thongs, thread, throat, Thursday. എല്ലായിടത്തും th സൗണ്ട് അവിടെ എന്താ വന്നിരിക്കുന്നത്? അത് ഇനിഷ്യൽ പാർട്ട് ഓഫ് ദി വേർഡ്, തുടക്കത്തിലാണ് വന്നിരിക്കുന്നത്. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് മെത്തേഡ്സ്, മെത്തേഡ്സ്, അല്ലെങ്കിൽ നത്തിങ്. അവിടെയൊക്കെ എന്താണ്? മ സൗണ്ട് ഇൻ ബിറ്റ്വീനിലാണ് വന്നിരിക്കുന്നത്. ദർ ആർ വേർഡ്സ് ലൈക്ക് ബാത്ത്, ബാത്ത്, th സൗണ്ട് എൻഡിൽ. നോർത്ത്, എർത്ത്, അവിടെയൊക്കെ th സൗണ്ട് എന്തിലാണ് വന്നിരിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡിലാണ് വന്നിരിക്കുന്നത്. Now moving on to the sounds. The sound വെച്ചിട്ടുള്ള വേർഡ്സ്. ദ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ? എങ്ങനെയാണ്? 6 തിരിച്ചിട്ടിട്ട് മുകളിലൊരു ചെറിയൊരു വര, അതാണ് ദ സൗണ്ട് എഴുതിക്കുന്നത്. മലയാളത്തിൽ ദയ എന്നൊക്കെ പറയുന്ന ആ ദ ഇല്ലേ, ആ ദ ഇട്ടിട്ടുള്ള ചന്ദ്രക്കലയാണ് ദ സൗണ്ട്സ്. ഇനി എന്തൊക്കെയാണ് വേർഡ്സ് ഉള്ളത്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ദെൻ, ദോ, എക്സെട്ര. ഇനിഷ്യൽ സൗണ്ടായിട്ട് വരുന്നത്. ഇനി മീഡിയൽ പൊസിഷനിൽ വരുമ്പോൾ യു ഹാവ് വേർഡ്സ് ലൈക്ക് ലെതർ, ലെതർ. ലേ സൗണ്ടിൻ്റെ സൗണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സൗണ്ട് എന്താണ്? ദ സൗണ്ടാണ്. യു ഹാവ് വേർഡ്സ് ലൈക്ക് മദർ, ഫാദർ, ഫാദർ അല്ല, മദർ അല്ല, മദർ, ഫാദർ. ഓക്കെ. ഇനി എൻഡിൽ വരുന്ന ദ സൗണ്ട് എന്തൊക്കെയുണ്ട്? ബ്രീത്ത്, സ്മൂത്ത്, വിത്ത്. അതെല്ലാം എന്താണ്? എൻഡിൽ വരുന്ന ദ സൗണ്ടാണ്. ഓക്കെ. സോ ദ 4 സൗണ്ട്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ എന്ന് പറയുന്നത് ഷ, ഛ, ഥ ആൻഡ് ദ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു change these 2 sounds, th and the, in your notebook as well. I have changed it in the classroom, Google Classroom PPT. You do that here as well. Okay. Thank you. Moving on to the next 2 sounds in English. S സൗണ്ടും Z സൗണ്ട്. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സ സൗണ്ട് മലയാളത്തിലുണ്ടല്ലേ, സ, സരിക ആയിട്ട് സ ഉണ്ട്. പക്ഷേ സിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് മലയാളത്തിൽ ഇല്ല. ദാറ്റ്സ് മേജർ ഡിഫറൻസ്. അപ്പം അത് കാരണം നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനും വെച്ചിട്ട് പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബസ്സിങ്, ബസ്സിങ്. അവിടെ എന്താണ്? നമ്മുടെ വോക്കൽ കോഡ് അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് യു ഹാവ് ഹിസ്സിങ്. ഹിസ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഇവിടെ ത്രോട്ടിൻ്റെ അവിടെ 2 ഫിംഗേഴ്സ് വെച്ച് നോക്കിയാൽ അവിടെ വൈബ്രേഷനോ മുഴക്കമോ ഒന്നും ഉണ്ടാവുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് ബസ്സിങ് എന്ന് പറയുമ്പോൾ ദർ ഇസ് എ വൈബ്രേഷൻ. സോ ദ 2 ഡിഫറൻസസ്, സ സൗണ്ട് ആൻഡ് ദ Z സൗണ്ട്. ഓക്കെ. സ സൗണ്ട് എഴുതുന്നത് സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ്. ആൻഡ് ദ വേർഡ്സ് ഇൻക്ലൂഡ് സിങ്ക്, ഐസ്, മസിൽ, സോൺ, ബസ്, സിപ്പ്, സീൽ, സിങ്ക്, സെറ്റ്, എക്സെട്ര. അവിടെ എന്താണ്? ഒരു മുഴക്കവും ഇല്ലാണ്ട് സ എന്നുള്ള ശബ്ദത്തിൽ ചന്ദ്രക്കല ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്. വേർഡ്സ് ഇനിഷ്യലിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? സിറ്റി, സിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, സിറ്റി. സീൻ, സയൻസ്, സിങ്, സോങ്. അവിടെ എന്നും എന്താണ്? നമ്മളുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യില്ല. ഇനി മീഡിയൽ പൊസിഷനിൽ ആസിഡ്, ബേസിക്. അവിടെ എന്താണ്? സ സൗണ്ടിൽ മുഴക്കമൊന്നുമില്ല. അതാണ് സ്മോൾ ലെറ്റർ എസിൻ്റെ സ സൗണ്ട്. ദെൻ എൻഡ് പൊസിഷനിൽ യെസ്, ഗ്യാസ്, എലാസ്, ഡ്രസ്, ഏസ്, ബോസ്. അവിടെയും എന്താണ്? സ ശബ്ദമാണ് എൻഡിൽ കേൾക്കുന്നത്. കമ്മിങ് ടു സ സൗണ്ട്. സ ശബ്ദമാണെങ്കിൽ
എന്താണ് പലപ്പോഴും നമ്മൾ എന്ത് വിളിക്കുക, ഇസഡ് വെച്ച് വരുന്ന എല്ലാ വേർഡ്സും മാത്രമായിരിക്കും എന്താണ് സ സൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, എസ് വെച്ച് വരുന്ന ചില ശബ്ദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇനിഷ്യൽ ല സ വരുന്ന വേർഡ്സ്, ഫോർ എക്സാമ്പിൾ സിങ്ക്, സൂ, സീറോ, സിബ്ര, സിപ്പ്, സിങ്ക് എക്സെട്ര. പക്ഷേ വേർഡ്സ് ലൈക്ക് ലേസി, പ്രിസം, പസിൽ, അവിടെയൊക്കെ എന്താണ് സ സൗണ്ടാണ് കേൾക്കുന്നത്. സ സൗണ്ടല്ല, സ സൗണ്ടാണ് കേൾക്കുന്നത്. ആൻഡ് സ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്, ഡോഗ്സ്, ഐസ്, പീസ്, അഡ്വൈസ്, റൈസ്, റൈസ്, റോസ് എക്സെട്ര. അവിടെ എന്താണ് എസ് ഇ ആണ് വേർഡെങ്കിലും പക്ഷേ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ആണ് നമ്മൾ മലയാളികൾക്കാണെങ്കിൽ. അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് എ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ us ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സൗണ്ട് ആൻഡ് സ സൗണ്ട്. എസ്പെഷ്യലി ഇസഡ് അല്ല ലെറ്ററായിട്ട് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ബിറ്റ് കൺഫ്യൂസിങ്. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ദീസ് ആർ ദ സൗണ്ട്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. എന്തൊക്കെ ശബ്ദങ്ങളാണ്? ഷ, ഛ, ഥ ആൻഡ് ദ. ആദ്യത്തെ 4 ശബ്ദം. ഷ എങ്ങനെയാണ് എഴുതുന്നത്? എസ് പിടിച്ച് വലിച്ചു നീട്ടുന്ന കണക്കല്ലേ, അതേപോലെയാണ് ഷ. ച സൗണ്ട് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടി ആൻഡ് ഷ സൗണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ച സൗണ്ട്. ഇനി ഥ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു മുട്ടയുടെ ഷേപ്പ് പോലെ ഒരു അവൽ ഷേപ്പ് വരയ്ക്കുക. അതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് യു ഷുഡ് ഡ്രോ എ ലൈൻ. ആൻഡ് ഥ സൗണ്ട് ഒരു 6 തിരിച്ചിടുന്ന കണക്ക് എഴുതിയിട്ട് മുകളിലൊരു വര. അതാണ് ദ സൗണ്ട്. ഷ, ഛ, ഥ ആൻഡ് ദ. ആൻഡ് ഫൈനലി അടുത്ത 2 ശബ്ദം എന്ന് പറയുന്നത് സ സൗണ്ടും സ സൗണ്ടും. ഇതിന് സന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് മലയാളത്തിൽ ഇല്ല. മറ്റേത് സ ഇട്ടിട്ട് ചന്ദ്രക്കല. ബസ്സിങ്, അവിടെ എന്താണ് നമ്മുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ആണ്. ഹിസ്സിങ്, അവിടെ വോക്കൽ കോഡിന് വൈബ്രേഷൻ ഒന്നും ഇല്ല. That's it for today. Thank you.